വിവരാവകാശത്തിന്റെ മറവിൽ കരാറുകാരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്ന മലപ്പുറത്തെ വിവരാവകാശക്കാരനെ ജനമധ്യത്തിൽ തുറന്നുകാട്ടുമെന്ന് മുസ്ലിം ലീഗ്. SS മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വിവരാവകാശത്തിന്റെ പേര് പറഞ്ഞ് നഗരസഭയിലെ കരാറുകാരെ ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കുകയും മാഫിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന വ്യാജ വിവരാവകാശക്കാരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ജനമധ്യത്തിൽ തുറന്നുകാട്ടുകയും ചെയ്യുമെന്ന് മലപ്പുറത്തെ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി അറിയിച്ചു. ഇന്ന് ചൊവ്വാഴ്ച നടന്ന മുനിസിപ്പൽ ഭാരവാഹി യോഗത്തിലായിരുന്നു തീരുമാനം. മലപ്പുറം നഗരസഭയിലേക്ക് കേന്ദ്രം അനുവദിച്ച നഗരസഞ്ചയം പദ്ധതി നടപ്പാക്കണമെങ്കിൽ 40 ലക്ഷം രൂപ നൽകണമെന്നാണ് ഇടനിലക്കാർ മുഖേന മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയോട് ഇയാൾ മുമ്പ് ആവശ്യപ്പെട്ടത്. ഇതിന് പാർട്ടി വഴങ്ങാത്തതിനെ തുടർന്നാണ് കരാറുകാരെ ഭീഷണിപ്പെടുത്തി പല ഘട്ടങ്ങളിലായി ഇയാൾ ലക്ഷക്കണക്കിന് രൂപ കരാറുകാരിൽ നിന്നും കൈപ്പറ്റിയത്. ഇതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടപ്പടി മാർക്കറ്റ്, വയോജന വിശ്രമ കേന്ദ്രമായ ബഡായി ബസാർ, മാമ്പറമ്പ് ആയുർവേദ ആശുപത്രി, മേൽമുറി കോണോമ്പാറയിലെ അഞ്ചിനിക്കുളം തുടങ്ങിയവ ഇയാൾ കാരണം സ്തംഭനാവസ്ഥയിലാണ്. മുനിസിപ്പാലിറ്റിയിലെ ഭിന്നശേഷി സ്കൂളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ് തടയപ്പെട്ടതും ഇയാൾ കാരണമാണ്. അഞ്ചിനിക്കുളം നവീകരണ അനുമതിക്കായി നഗരസഭ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും അഞ്ചിനിക്കുളം നവീകരണവുമായി നഗരസഭ മുന്നോട്ടു പോകാൻ നഗരസഭ തീരുമാനമെടുത്തപ്പോൾ ഇനിയും മുടക്കുമെന്ന ഇയാളുടെ ഭീഷണിയെ തുടർന്ന് ഇദ്ദേഹവുമായി സംസാരിക്കാൻ ചെന്ന യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി, മുനിസിപ്പൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കള്ളപ്പരാതി നൽകിയിരുന്നു. അത്തരത്തിലുള്ള ഭീഷണികളൊന്നും ഇനി വേണ്ട എന്നും കൃത്യമായും വ്യക്തമായും ഇദ്ദേഹത്തിന്റെ പണാപഹരണവും വിവരാവകാശ മാഫിയ പ്രവർത്തനവും ജനമധ്യത്തിൽ തുറന്നുകാട്ടി ഇതിനെ ശക്തമായ രീതിയിൽ നേരിടുവാനുമാണ് ഇന്ന് ചേർന്ന മലപ്പുറം മുനിസിപ്പൽ മുസ്ലിം ലീഗ് ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. SS ന്യൂസ്, മലപ്പുറം.